മെയിനായിട്ടും ഈ ഓട്ടോമിൻ ഡിസീസ് അല്ലെങ്കിൽ മൈസ്തീനിയ ഗ്രാവിസ് നമുക്ക് അഫക്റ്റ് ആകുന്നത് ന്യൂറോമസ്കുലർ ജംഗ്ഷനിലാണ്. അതായത് നെർവും മസിൽസും തമ്മിലുള്ള ആ ഒരു ജംഗ്ഷനിൽ സംഭവിക്കുന്ന തകരാറ് മൂലമാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മസിൽ വീക്ക്നെസ് ആണ്. ഈ നെർവിൻ്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവിടെ നഷ്ടപ്പെടുമ്പം മസിൽസിന് വോളണ്ടറി മസിൽസിന് നമുക്ക് എന്താണ് അത് പ്രവർത്തിക്കാൻ കഴിയാതെ വരിക, അത് വീക്കാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. മസിൽ വീക്ക്നെസ് ആണ്. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് പലർക്കും പല രൂപത്തിലായിരിക്കും. മൈസ്തീനിയ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം കൂടുതൽ പേർക്കും ഒക്കുലാർ, അതല്ലെങ്കിൽ കണ്ണിൻ്റെതായ പ്രശ്നങ്ങളാണ് വരുന്നത്. ഡബിൾ വിഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല. കണ്ണിൻ്റെ പ്രശ്നമല്ല. കണ്ണിന് എനിക്ക് കാഴ്ചയുടെ കുറവൊക്കെ ഉണ്ട്. അത് മെഡിക്കേഷൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ബ്ലേഡ് വിഷൻ, ഇടയ്ക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഈ കോർണിയ ഭാഗത്ത് ബ്ലൂ ആയിട്ടുള്ള ഇത് വരിക, അതൊക്കെ ഒരു മെഡിക്കേഷൻ സൈഡ് എഫക്റ്റ് പോലെ വരുന്നതാണ്. അതല്ലാതെ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ശരീരത്തിന് മൊത്തത്തിലുള്ള വീക്ക്നെസ്, അതായത് എൻ്റെ കാല്, കൈ, അങ്ങനെയുള്ള വീക്ക്നെസ്. അപ്പം ജനറലൈസ്ഡ് ആയിട്ടുള്ള മൈസ്തീനിയ ഉള്ളവരുണ്ട്, ഒക്കുലാർ മാത്രമുള്ളവരുമുണ്ട്. അപ്പം ഓരോ വ്യക്തികൾ, ഇപ്പം ഞാൻ ഓരോ മൈസ്തീനിയ പേഷ്യൻറ്റിനെ എടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല വേറൊരാൾക്കുള്ളത്. ഓരോ വ്യക്തികളിലും വ്യത്യാസം. അപ്പം ഞാനീ പറയുന്നത് ചിലവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ചിലവർക്ക് ചിലപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഓരോ വ്യക്തികൾക്കും ഇതിനെ ഒരു ക്രേസി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം കാരണം എപ്പം എങ്ങനെ എന്ത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന്. കാരണം അത്രത്തോളം വ്യത്യസ്തകരമായ ഒരു അനുഭവമാണ്. ഞാൻ ഇപ്പം ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നെങ്കിൽ ചിലപ്പം ഇപ്പം ഞാൻ സംസാരിക്കും, ചിലപ്പോൾ ഈവനിങ് ആകുമ്പോൾ സംസാരിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് ഡിപ്പെൻസ്. അതായത് അത്രത്തോളം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഡിഫിക്കൽറ്റി, അതായത് നമ്മുടെ ബോഡിയെ ശരിക്കും വിത്ത് പല റീസൺസ്. കാരണം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമിൻ ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ്, ഇമ്മ്യൂണിറ്റി തകരാറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കയറി ഒരു അടുത്തൂടെ ഒരു പനിയുള്ള ഒരാൾ പോയാലോ, അല്ലെങ്കിൽ വൈറസിൻ്റെ എന്തെങ്കിലും ഒരു അംശം പോയാൽ നമുക്കിത് കിട്ടും. പെട്ടെന്ന് നമ്മളിലേക്ക് ഇത് വരുവാനിടയായും, പെട്ടെന്ന് ഡിസീസ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മളെ കുറേ മോശം സ്റ്റേജിലേക്ക് എത്തിക്കും. അപ്പം മസിൽ വീക്ക്നെസ് ഒരു മെയിൻ സിംറ്റംസ് ആണ്. ടയേർഡ് എന്ന് പറയും. ഈ ടയേർഡ്നെസ് മറ്റുള്ള അസുഖങ്ങളായിട്ട് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, ഈ ഒരു ടയേർഡ്നെസ് എന്ന് പറയുന്നത് മറ്റുള്ള ഡിസീസിൽ അല്ല, ഇപ്പോൾ ഒരു പനിയായി നല്ല ടയേർഡാവും, അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ, അതല്ലെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ്, അവർക്കൊക്കെ ടയേർഡ്നെസ് ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ ടയേർഡ്നെസ് ഉള്ളപ്പോൾ സമയം തന്നെ അവർക്കൊക്കെ ബോഡി ഒന്ന് മൂവ് ചെയ്യാൻ പറ്റും. വിത്ത് ടയേർഡ് ആണെങ്കിലും ബോഡിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂവ് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ കൈയൊക്കെ ടയേർഡാണെങ്കിലും കൈയൊക്കെ അനക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെയാണ് മൈസ്തീനിയ പേഷ്യൻറ്റുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം മൈസ്തീനിയ ഉള്ള ഒരാൾക്ക് ടയേർഡ് ആകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മസിൽസ് പിന്നെ വർക്ക് ചെയ്യാൻ കഴിയാതെ വരിക എന്നാണ്. അതിങ്ങനെ ചെറിയ രീതിയിൽ ടൈറ്റ്നസ് തുടങ്ങിയിട്ട് പിന്നീട് അവർക്കതങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുക, അവരുടെ ശരീരം അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുക. അതാണ് ഇതിൻ്റെ ടയർഡ്നെസ് അല്ലെ മറ്റുള്ള അല്ലാതെ പറയുന്ന ടയർഡ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഫാറ്റിഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു വ്യത്യാസം അതാ. അപ്പോൾ സാധാരണ ഒരു ടയർഡ്നെസ് അല്ല ഇതിൻ്റെ അകത്ത് നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യിക്കാൻ കഴിയാത്ത വിധത്തിൽ. ഇപ്പം ഒരു 4 സ്റ്റെപ്പ് നടന്നോ, പക്ഷെ 5ാമത്തെ സ്റ്റെപ്പ് നമുക്ക് എടുത്തു വെക്കാൻ കഴിയുന്നില്ല, നമ്മുടെ കാല് പൊങ്ങുന്നില്ല, നമുക്കത് എത്ര ശ്രമിച്ചാലും പറ്റില്ല. അപ്പോൾ അന്നേരത്തേക്ക് മസിൽ ടയേർഡായി, നമ്മൾ വീക്കായി. അപ്പോൾ അത്രയും എഫക്റ്റീവാണ്. കുറച്ച് നേരം സംസാരിച്ചു, ഒരു 10 മിനിറ്റ് സംസാരിച്ചു. ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ കണ്ടിന്യൂസ് സംസാരിക്കാറില്ല, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കും, ഇടയ്ക്കൊന്ന് പോസ് ചെയ്ത് റെസ്റ്റ്. കാരണം അല്ലാതെ എനിക്ക് പറ്റത്തില്ല. കാരണം കുറച്ച് നന്നായി സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കത് എന്ത് പറ്റും, പിന്നെ കുറേ നേരത്തേക്ക് മിണ്ടാൻ പറ്റാതെ വേണം നമ്മുടെ മസിൽസ് വീക്കാവും. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൈകൊണ്ടാണ് കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഇതായി കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കൈ അനക്കാൻ പറ്റാതാവും. അത് ഇപ്പം ഡിപ്പെൻസ് ഓരോ വ്യക്തികളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് വെച്ചിട്ടായിരിക്കും, അവരുടെ അവസ്ഥ എന്താണോ അത് വെച്ചിട്ടായിരിക്കും. ചിലവർക്ക് ഫുള്ളി അനങ്ങാൻ പറ്റാതെ, ഞാനും ആണെങ്കിൽ കുറച്ച് നാളുകൾ നന്നായി അനങ്ങാൻ പറ്റാതൊക്കെ ഓരോ ഡിപ്പെൻസ് ആണ്. ഓരോ ആൾക്കാരെ ആ അവസ്ഥയിലൊക്കെ പോകും നമ്മൾ. അപ്പം ഞാൻ ആ ഒരു ടയർഡ്നെസ്സിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ആ പറയുന്നതിൻ്റെ ടയർഡ്നെസ്സിൻ്റെ വ്യത്യാസം. ചില ആളുകൾക്ക് മസിൽ പെയിൻസ് ആൻഡ് നെർവ് പെയിൻ എനിക്ക് നല്ലവണ്ണം ഉണ്ട്. അപ്പം ഈ ടയർഡ്നെസ് ആകുന്നതിന് മുമ്പേ ബോഡി സിംറ്റംസ് വരും. പെയിൻ നന്നായിട്ട് കൂടിയിട്ട്, ടെമ്പറേച്ചർ നന്നായിട്ട് കൂടിയിട്ട്. അപ്പം മസിൽ പെയിൻസ് ആൻഡ്
ബോഡി പെയിൻസും ഒക്കെ നന്നായിട്ട്, നെർവ് പെയിനും ഒക്കെ നന്നായിട്ട് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. മസിൽ ഇൻഫ്ലമേഷൻ, ബോഡി പെട്ടെന്ന് കയറി സ്വെല്ലിങ് ആവുക. പിന്നെ കണ്ണുകളുടെ കാര്യം പറയാനാണെങ്കിൽ ഈ ഒരു മൈസ്തീനിയ കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കണ്ണുകളിൽ ഐലിഡ്സ്, നമ്മുടെ കൺപോളകൾ അടഞ്ഞു പോകും. നല്ല സ്വെല്ലിംഗ് ആയിട്ട് അടഞ്ഞു പോയിട്ട് നമുക്ക് കാണാൻ പറ്റാതെ വരിക, ഈ ലൈറ്റിനോട് പ്രതികരിക്കാൻ പറ്റാതെ വരിക. അപ്പം ഇപ്പം ഒക്കുലാർ ഉള്ളവർക്കാണ് ഡബിൾ വിഷൻ. ഇതൊക്കെയാണ് ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. അതായത് വോളണ്ടറി മസിൽസ് ഒക്കെ കഴിക്കാൻ പറ്റാതെ വരിക, സംസാരിക്കാൻ പറ്റാതെ വരിക, നമുക്ക് ബോഡി മൂവ് ചെയ്യാൻ പറ്റാതെ വരിക. അത് മസിൽസിനെയൊക്കെ കുറച്ച് നേരത്തേക്ക് അത് ചെയ്യിക്കാൻ പറ്റാത്തത്. ഇത് പെർമനൻ്റ്ലി അങ്ങനെ ആയി പോകുന്ന വെച്ചാൽ അല്ല, ഇത് ഒരു MND ഡിസീസ് പോലെ പെർമനൻ്റ്ലി അങ്ങനെ ആയി പോകുന്നില്ല. പക്ഷേ ഒരു ടെമ്പററി ആയിട്ടാണെങ്കിലും അത് ഓരോരുത്തരുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്, അവരുടെ അവസ്ഥകൾ, രോഗത്തിൻ്റെ തീവ്രത ഇതിനെ സംബന്ധിച്ചിട്ടിരിക്കും അവർക്ക് എത്ര നേരം അത് പറ്റാതെ വരുന്നു, എത്ര നേരം അവർ റിക്കവർ ആകുന്നു എന്നൊക്കെ ഉള്ളത്.